നമസ്തേ. ഇന്നത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഡമരുനാഥൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ എന്ന് പറയുന്നത് ആദിമാർഗി മഹായോഗി ശ്രീ ചണ്ടാള ബാബ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് വർഷങ്ങൾ മുന്നേ കാണലുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം കുട്ടികൾക്ക് കൊടുക്കണ ഒരു അവയർനെസ് ക്ലാസ്സുകൾ ഒക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയം ഒന്നായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നത്. ശശികല ടീച്ചറുടെ കാര്യം പറഞ്ഞു. ശശികല ടീച്ചർ പട്ടാമ്പി സ്വദേശി, പട്ടാമ്പി മരുതൂർ സ്വദേശി, വല്ലപ്പ സ്കൂളിൽ ടീച്ചറായിരുന്നു. ഇപ്പോൾ ആണോന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടുകാരിയാണ്. വിശ്വ ഹിന്ദു പരീക്ഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ടീച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പുതുക്കത്തിൽ ഒരു ടീച്ചർ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഒരു വിഷയം ഒരു പീരീഡ് മുഴുവൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ടീച്ചർക്ക് ശരിക്കും എന്നെപ്പോഴും നോക്കി അറിയാൻ കഴിയും, കണ്ണിലേക്കുള്ളൊരു നോട്ടം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ചെറുപ്പത്തിൽ ലോറിയിൽ ജോലി, 10ാം ക്ലാസ് കഴിഞ്ഞ് ലോറിയിൽ ജോലിക്ക് കയറി അരി, റബ്ബർ ഷീറ്റ്, മദ്യം, ഇതാണ് പ്രധാന ലോഡ് ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല. അങ്ങനെ എറണാകുളത്ത് ഒരു ചെറിയൊരു ചായക്കട ഒരു വഴിയരികിൽ, തൊട്ടപ്പുറത്ത് റെയിൽവേ ക്രോസല്ല റെയിൽ പോകുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് വെറുതെ ചായ അങ്ങനെ സിപ്പ് ചെയ്തിട്ട് കുടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇരിക്കണം ടീച്ചർ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. എവിടെ പോയാലും അതുണ്ട് ഒപ്പം. വലത്തോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ടീച്ചറെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, കളറൊന്നുമില്ല, അവിടെ എറണാകുളത്തുണ്ട്. അപ്പോൾ ടീച്ചർ തീവ്രവാദിയാണ്. ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി തീവ്രമായിട്ട് വാദിക്കുന്ന വ്യക്തിയാണ്, അറിയാലോ. പിന്നെ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ടീച്ചറുടെ വിഷയം മാത്രമാണ്. നമ്മളെ വിഷയം അതല്ല. എന്തോ ഒടിക്കുന്നോ പൊട്ടിക്കുന്നോ ഒക്കെ നമ്മളെ തന്ത്രീനെ പറയണ കേൾക്കുമ്പോഴേ നമുക്കൊരു സങ്കടം. അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലെ മേൽശാന്തിനെ കൊല്ലും എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമോ? താൻ പൂജിക്കാൻ പാടില്ല, തന്നെ ഞാൻ കൊല്ലും, പൂജിക്കാൻ വരണ വഴിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ സത്യത്തിൽ ടീച്ചറാണെങ്കിൽ, ഇതിപ്പോൾ ഈ വീഡിയോ ടീച്ചറുടെ കൈകളിൽ എത്തുകയാണെങ്കിലും, ആദിയോഗി കർമ്മയോഗി അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തുകയാണെങ്കിലും, സത്യത്തിൽ മാഷേ നമ്മളുടെ കുട്ടികൾക്ക് അതല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർക്ക് നമ്മൾ എത്ര ഇത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ അവർക്ക് ചുക്ക് എന്നാണ് കേൾക്കുക. അപ്പോൾ അതിനാണ് അവർ വിദ്യ പഠിക്കണം എന്ന് പറയുന്നത്, അത്യാവശ്യം കാര്യങ്ങൾ. പിന്നെ ടീച്ചർ ഇപ്പോൾ ഇവിടുത്തേന്ന് അദ്ദേഹത്തിനും അറിയുന്നുണ്ടാവും. അപ്പോൾ പരസ്പരം ശരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി ജാതി, വർഗം, വർണ്ണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും തമ്മിൽ തല്ലുകയാണ് ഹിന്ദുക്കൾ ശരിക്കും. അപ്പോൾ ഇതിപ്പോൾ ടീച്ചർക്ക് എതിരെയാണെങ്കിലും, ടീച്ചർ ചണ്ടാള ബാബയ്ക്ക് എതിരെയാണെങ്കിലും, അതല്ല എനിക്കെതിരെയാണെങ്കിലും, ഞാൻ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ബോക്സിൽ. അതിൽ പിന്നെ വേറെ ആരും കയറി നിറങ്ങില്ല. പിന്നെ അവല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വരുന്നത് എന്തൊക്കെയാണെന്ന് മേലെ ഒരാളും കൂടി ഉണ്ടല്ലോ, നമ്മൾക്ക് അതിൻ്റെ വക്താക്കളാവാനല്ലേ കഴിയുള്ളൂ. അപ്പോൾ വിദ്യ പഠിച്ചിട്ട് സംസാരിക്കുക. പണ്ടത്തെ സൂര്യരശ്മി പറഞ്ഞ മാതിരി വിദ്യ പഠിച്ച് സംസാരിക്കുക, അതല്ലാതെ തന്നോട് സംസാരിക്കല്ല. അങ്ങനെയാണ് പറയുക. അപ്പോൾ സ്വാമി ശരണം. നിങ്ങൾ അട്ടപ്പാടി ആവുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ പിന്തുടർന്നിരുന്നത്. അപ്പോൾ അതൊരു കർമ്മയോഗി, ഒരു യോഗിയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട്, അതായത് ജാതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ്, ബോധവൽക്കരിക്കുന്ന ആളാണ്, ലഹരിക്കെതിരെ വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്.
അപ്പോൾ അത് പിന്നെ ജന്മനാ ഉള്ളതാണ്. അത് ഏതിലുണ്ടാവും ആസുര സ്വഭാവം നിറഞ്ഞത്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ നമ്മൾ വിറയ്ക്കാനും വൈബ്രേറ്റർ ഉപയോഗിക്കില്ലല്ലോ, അല്ലയോ യോഗി? അങ്ങനെയാണല്ലോ. കലകൾ പലതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം വരാറില്ല. ഞങ്ങൾ ഈ കോൺക്രീറ്റിലൊക്കെ വൈബ്രേറ്റ് ഉപയോഗിക്കുക. സ്വാമി ശരണം.